പാം പുസ്തകപ്പുര ഏർപ്പെടുത്തിയ അക്ഷരതൂലിക പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എഴുത്തിലൊരു നൈരന്തര്യം കാത്തുസൂക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ. എഴുത്ത് എന്നിലേക്ക് ആവേശിക്കുന്ന നിമിഷങ്ങളെ കാത്തിരിക്കാതെ എഴുത്തിനു വേണ്ടി തപം ചെയ്യാൻ ഈ പുരസ്കാരം എനിക്ക് പ്രചോദനം നൽകുന്നുണ്ട്. എന്റെ ഉള്ളിൽ എഴുത്തിന്റെ ഒരു ചെറുനാളം കൊളുത്തിവെച്ച ആ പരാശക്തിക്ക് ആദ്യം തന്നെ നന്ദി. ഉള്ളിൽ എരിയുന്ന ചിതയിൽ ഒരിക്കലും ദഹിക്കാതെ കിടക്കുന്ന സ്വപ്നങ്ങൾക്കും ഓർമ്മകൾക്കും നിരാശകൾക്കും വേദനകൾക്കും നന്ദി. ഈ പഞ്ചഭൂതങ്ങളിൽ അലിയുമ്പോൾ എന്ന കവിതയല്ല, എനിക്ക് പ്രസക്തമെന്ന് തോന്നുന്ന ഒരു ലഘു കവിത ഞാൻ വായിക്കാം. കൊഴിഞ്ഞു വീഴുന്ന ഓരോ പൂവുകൾക്കും എന്റെ ഉള്ളിലെന്നും എരിയുന്നൊരു ചിതയുണ്ട്. മണ്ണിൽ വീണു കിടന്നവയ്ക്കെല്ലാം ഒരേ പൂവെഴുത്തുകൾ. കൂട്ടിവെച്ച ചിതയിൽ ദഹിക്കാത്തവയെ കാത്ത് ചെമ്പട്ടുമൂടിയ കലശപാത്രങ്ങൾ. ഒരു മൃദുകാറ്റിലെ അടരുന്നവ, എത്രമേൽ വർണ്ണമേറ്റിയിരുന്നവയാ പൂവിതളുകൾ. ഒരു പുഴ നനവിലെങ്കിലും പടരാതെ അസ്തമയ ചെങ്കടലിലേക്ക് ഒഴുകുന്ന ഓരോ പൂജന്മങ്ങളും ഒന്നാളിക്കത്താൻ എന്നേക്കുമായി എനിക്കുള്ള ഇന്ധനം. ഒരു പുഴ നനവിലെങ്കിലും പടരാതെ അസ്തമയ ചെങ്കടലിലേക്ക് ഒഴുകുന്ന ഓരോ പൂജന്മങ്ങളും ഒന്നാളിക്കത്താൻ എന്നേക്കുമായി എനിക്കുള്ള ഇന്ധനം. നന്ദി. ശ്രീമതി സിന്ധു മനോഹർ 2 വാക്ക് സംസാരിക്കുന്നു. അക്ഷരങ്ങളുമായിട്ട് കൂട്ടുവയ്ക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കുക എന്ന് പറയുന്നതും വളരെ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നന്ദാദേവി ഇനിയും നന്നായിട്ട് എഴുതട്ടെ, കൂടുതൽ നല്ല കവിതകൾ എഴുതട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. അടുത്തത് അക്ഷരതൂലിക പുരസ്കാരം 2010 കഥാവിഭാഗമാണ്. ശ്രീ OM അബൂബക്കറിന്റെ നിങ്ങളുടെ എഴുതാതെ പോയ ആത്മകഥയിൽ ഒരു കാഞ്ഞിരമരം വേരുറച്ചപ്പോൾ. ശ്രീ OM അബൂബക്കർ അദ്ദേഹം മലയാള മനോരമ പത്രത്തിൽ റിപ്പോർട്ടറായും ചന്ദ്രിക ദിനപത്രത്തിൽ സബ് എഡിറ്ററായും പ്രവർത്തിച്ചു. ഇപ്പോൾ ഷാർജയിൽ TV പ്രൊഡക്ഷൻ യൂണിറ്റിൽ പ്രോഗ്രാം ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പുറത്തിൽ സ്വദേശിയാണ്. ശ്രീ OM അബൂബക്കറെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നതിനായി ശ്രീമാൻ ഇസ്മയിൽ മേലടിയെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രശസ്തി പത്രം നൽകുന്നത് ശ്രീ അൽതാഫ് മുഹമ്മദ്, EC പെന്നിന്റെ ഡയറക്ടറായി ഇദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് നൽകിയത്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ശ്രീ OM അബൂബക്കർ 2 വാക്ക് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സമയത്തൊരു പ്രഭാഷണത്തിനുള്ള ഞാൻ മുതിരുന്നില്ല. എനിക്ക് അങ്ങേയറ്റം ഞാൻ ഈ അവാർഡ് കിട്ടിയപ്പോൾ നോക്കിയത് ഇതിലെന്തെങ്കിലും തുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ഇത് ഓസ്കാർ അവാർഡ് പോലെ ഞാൻ കാണുന്നു. എൻ്റെ കേട്ടറിവ് ശരിയാണെങ്കിൽ ഓസ്കാർ അവാർഡിനും തുകയില്ല, ഇതിനും തുകയില്ല. അതുകൊണ്ട് ഞാൻ ഈ അവാർഡ് ഏറ്റവും അമൂല്യമുള്ളതായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ 2 വാക്ക് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് പറയുവാനുള്ളത്, ഞാനൊരു പത്രപ്രവർത്തകനായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പത്രത്തിൽ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നൊരു സമയത്ത് ഒരു ഗൾഫുകാരനായ ഒരു വ്യക്തി പത്ര ഓഫീസിലേക്ക് കയറി വന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് HIV ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവൻ്റെ പ്രശ്നം ഇവിടെ ഗൾഫിലുള്ള അവൻ്റെ അരാജകത്വം നിറഞ്ഞ ജീവിതമായിരുന്നു. അങ്ങനെ അവൻ എന്നെ സമീപിച്ചു. എൻ്റെ അടുത്ത് HIV ടെസ്റ്റ് ചെയ്യാനുള്ളൊരു, നിങ്ങളൊന്ന് രഹസ്യമായിട്ട് എനിക്കൊന്ന് ചെയ്തു തരണം. HIV റിസൾട്ട് വന്നപ്പോൾ അവൻ ബോധം കെട്ട് വീഴുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ നാട്ടിൽ
നേരത്തെ പറഞ്ഞുറപ്പിച്ചൊരു വിവാഹമുണ്ടായിരുന്നു. ആ വിവാഹത്തിൽ ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വീട്ടുകാരൊക്കെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയും ആ വിവാഹം ഏകദേശം ഉറച്ചതുപോലെ തന്നെ ഉറച്ചിരുന്നു. പക്ഷേ ഈ ഒരു പരിസ്ഥിതിയിൽ അവൻ എങ്ങനെ വിവാഹം കഴിക്കും? അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ, പെണ്ണിൻ്റെ രക്ഷിതാക്കളൊക്കെ മുറുമുറുത്ത് തുടങ്ങി. അവൻ ഗൾഫുകാരനായി വന്നപ്പോൾ എൻ്റെ മകളെ കെട്ടാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെയുള്ളൊരു പരിസ്ഥിതിയിൽ നിൽക്കുന്ന അവൻ രണ്ടും കൽപ്പിച്ച് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചെങ്കിലും 1 മാസത്തെ ലീവ് കഴിഞ്ഞ് അവൻ ഗൾഫിലേക്ക് പറക്കുകയും ഒരു 3 ദിവസത്തിനകം ഒരു കാർ അപകടത്തിൻ്റെ രൂപത്തിൽ ഒരു ലിപ്സ്റ്റിക്ക് സുന്ദരി സമ്മാനിച്ച എയ്ഡ്സ് മറഞ്ഞുപോയി അവനൊരു അപകടത്തിൽ മരണപ്പെട്ടു. ഈ സംഭവം അവൻ ഈ വിവാഹം കഴിച്ചതിന് ശേഷം ഇവിടെ ഗൾഫിലെത്തിയതിൻ്റെ പിറ്റേന്ന് വൈഫിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ വിവാഹം കഴിഞ്ഞ് 2 മാസം ശാരീരികമായി നീയുമായി ബന്ധപ്പെടാതിരിക്കാനുള്ള കാരണം ഞാൻ അലമാരയിൽ വെച്ചൊരു ലെറ്റർ ഉണ്ട്, ആ ലെറ്റർ എടുത്ത് നീ വായിക്കണം എന്ന് പറയുകയുണ്ടായി. ഈ സംഭവം എന്നെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ പത്രസ്ഥാപനത്തിലിരുന്ന് ഒരു കഥ രൂപത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഒരു എഴുത്തുകാരനാവണം അല്ലെങ്കിൽ ഒരു കഥാകാരനാവണം. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരു കഥാകാരനാവാതിരിക്കട്ടെ എന്നാണ്. കാരണം നല്ലതല്ലാത്ത കഥകൾ കൊണ്ട്, നല്ലതല്ലാത്ത ഒരുപാട് കഥകളുണ്ട്, അവയ്ക്കിടയിൽ നല്ലതല്ലാത്ത കഥകൾ കൊണ്ടൊരു കഥാകാരനാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, അപ്പോൾ ഈ സംഭവം ഞാൻ ഒരു കഥയായിട്ട് എഴുതുകയും ഉഷ്ണക്കാറ്റ് എന്നതിനൊരു ടൈറ്റിൽ ഇടുകയും ചെയ്തു. അപ്പോൾ ഡിസംബർ 30 ലോക എയ്ഡ്സ് ദിനമാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എൻ്റെ പത്രത്തിൽ കാർട്ടൂണിസ്റ്റും പിന്നെ ചിത്രകാരനുമായ ആർട്ടിസ്റ്റ് അഷർ, അദ്ദേഹത്തിന് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. അദ്ദേഹം, ഞാൻ പത്രപ്രവർത്തകനാണ്, എനിക്ക് വേണമെങ്കിൽ അത് പത്രമാധ്യമങ്ങളിൽ സ്വാധീനം ഉപയോഗിച്ച്, ഇടയ്ക്കൊന്ന് പറയാൻ സ്വാധീനം ഉണ്ടെങ്കിലേ കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചും വരും. അപ്പോൾ സ്വാധീനം വഴി കഥ പ്രസിദ്ധീകരണത്തിനേക്കാം. ഞാനൊന്നും ചെയ്തില്ല. അദ്ദേഹം ഈ കഥ എടുത്തിട്ട് ആ വർഷത്തെ ദൂരദർശൻ എയ്ഡ്സിനെതിരെയുള്ള ഒരു അവാർഡ് ഈ സംഭവം അയച്ചു കൊടുക്കുകയും അവരത് ഡോക്യുമെൻ്ററി ആയിട്ട് മാറ്റുകയും ചെയ്തു. അതിനുശേഷം ഇന്നും ഞാൻ എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി, പ്രസിദ്ധീകരണത്തിനയക്കാൻ വേണ്ടിയേ അല്ല, ഞാൻ പലപ്പോഴായി എഴുതി ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു 3000-ലേറെ പേജുകളെന്ന് പറയാം, പല പുസ്തകങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് യാദൃച്ഛികമായിട്ട് ഒരു സുഹൃത്താണ് ഈ കഥയ്ക്ക് വേണ്ടിയിട്ട്, ഈ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ഈ കഥ അയച്ചത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ കാൽപ്പനിക ചുവ എൻ്റെ കഥയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഞാൻ എഴുതുന്ന കാലം ഈ കാലഘട്ടത്തിലല്ല. എങ്കിലും ആ അംഗീകാരം ഞാൻ മഹത്തായതും വളരെ മൂല്യമുള്ളതുമായിട്ട് കരുതുന്നു. ഒരിക്കൽ കൂടി പാമിനും എന്നെ സഹിച്ച നിങ്ങൾക്കും എല്ലാവർക്കും ഞാൻ, അതുപോലെ തന്നെ ഇതിൽ പുരസ്കാരം നേടിയ സത്യൻ മാടാക്കര, അമാനുള്ള, ഒന്നാദേവി, ഇവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു, ഭാവുകങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. കഥാരചന 2ാം സ്ഥാനം ശ്രീ തോമസ് ചെറിയാൻ. ചാവുനിലത്തിലെ പൂക്കൾ. ശ്രീ തോമസ് ചെറിയാനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രശസ്തി പത്രം നൽകുന്നത് ശ്രീമാൻ ഹമീദ്. ശ്രീ ഹമീദിനെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.